ഇന്നിപ്പോൾ ഗ്രൗണ്ടിൽ വണ്ടി ഓടിക്കുന്ന മിഥുൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് രാവിലെ മിഥുന് ഗിയർ തുടങ്ങി, ഇന്നലെ ക്ലച്ച് തുടങ്ങി, ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോളെല്ലാം കറക്റ്റായി. ഇപ്പോൾ ഗിയർ പഠിച്ചതിന് ശേഷം ഗ്രൗണ്ടിൽ ആൾ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടിക്കകത്ത് വേറെ ആരുമില്ല, മിഥുൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മിഥുൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ് മിഥുന് അങ്ങനെ കാർ ഓടിക്കാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മിഥുന് കൺട്രോൾ കറക്റ്റ് അല്ലായിരുന്നെങ്കിൽ മിഥുൻ ഇങ്ങനെ കാർ ഓടിക്കാൻ കൊടുക്കില്ല. അപ്പോൾ തിരിക്കുന്ന പോയിൻറ്റുകൾ കാര്യങ്ങളെല്ലാം മിഥുൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചുണ്ട്. അതുപോലെ ആൾ പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവനതുപോലെ അത് ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുന്നു, എന്നാലേ സക്സസ് ആവുള്ളൂ. ചില കുട്ടികൾക്കൊന്നും നമ്മൾ പഠിപ്പിച്ചാൽ അവർക്കത് ക്ലിക്കാവില്ല. അവർക്ക് ടെൻഷനും പേടിയും ഈ കൺട്രോളൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഈ 4ാമത്തെ ദിവസം അവർ തനിച്ച് ഓടിക്കില്ല. അപ്പോൾ അവർ തനിച്ച് ഓടിക്കാൻ ചിലപ്പം 10 ദിവസം വേണ്ടി വരും. അപ്പോൾ അവരുടെ ടോട്ടൽ നമ്മൾ പ്ലാൻ ചെയ്ത 30 ദിവസത്തെ ക്ലാസ്സുകളിൽ 6 ദിവസത്തെ ക്ലാസ് ലോസായി. പക്ഷേ ഇത് ഡ്രൈവിംഗ് സ്കൂളിലെ സിസ്റ്റത്തിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യാൻ ടൈം കണ്ടെത്താം. അപ്പോൾ മിഥുൻ്റെ അടുത്ത് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെ ഒന്ന് ചോദിക്കാം. മിഥുൻ, സ്റ്റോപ്പ്. അനിയ, എങ്ങനെയുണ്ട് അനിയ? ഗിയർ എന്ന് തുടങ്ങിയത് ഇവിടെ ഉറച്ചു പറ, വീഡിയോയിലൂടെ കേൾക്കട്ടെ. ഇന്നാ ഗിയറൊക്കെ ഇടാനൊക്കെ ഉള്ള അറപ്പൊക്കെ മാറിയാ? നല്ലപോലെ മാറണമെങ്കിൽ ഇനിയും നല്ല പ്രാക്ടീസ് ചെയ്യണം. വണ്ടി ഇപ്പോൾ ഓടിക്കാൻ വണ്ടിയിൽ അപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? നോക്കിയാണ്, ആരുമില്ല. ഓക്കെ, തനിച്ച് ഓടിക്കാൻ പറ്റുന്നുണ്ടോ? എത്രാമത്തെ ദിവസം ഇന്ന്? ഇന്ന് എത്രാമത്തെ ടോട്ടൽ ക്ലാസ് എത്ര ഡ്രൈവിംഗ് തുടങ്ങിയിട്ട്? 4ാമത്തെ ക്ലാസ്സാണ്. ഇന്നലെ എന്തായിരുന്നു ക്ലാസ്? ക്ലച്ചിൻ്റെ ക്ലാസ്. ആലോചിക്കാനൊക്കെ ടൈം എടുക്കുന്നുണ്ടല്ലേ? ഓക്കെ, ക്ലച്ച് എടുത്തിട്ട് എങ്ങനെ? ക്ലച്ചിലാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ആദ്യം പഠിക്കുന്നത് അല്ലേ? മുമ്പോട്ടും പിറകോട്ടും നമ്മൾ ഓടിച്ച് അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ അറപ്പെല്ലാം മാറി ഓടിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മളങ്ങ് ഓടിക്കുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് റൗണ്ടൊന്നും നമ്മൾ ഓടിക്കില്ല, കുറച്ച് റൗണ്ട് ഓടിച്ചിട്ട് ക്ലാസ് സ്റ്റോപ്പ് ആവും. പക്ഷേ നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ തന്നെ നമ്മൾ കൂടുതൽ റൗണ്ട് ഓടിക്കുന്നെങ്കിൽ നമ്മൾ അത്രമാത്രം തെളിയും, അടിപൊളിയാവും. പക്ഷേ നമുക്ക് റോഡ് ക്ലാസ്സുകളുള്ളത് കൊണ്ട് അത്തരം ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലെ ക്ലാസ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് 4 ദിവസത്തെ ക്ലാസ്സുകൾ മാത്രമാണ്. ഇവിടെ കിട്ടിയ അപ്പോൾ എവിടെ വണ്ടിയുടെ കൺട്രോൾ പോയാലും അപ്പോഴും ബ്രേക്ക് ചെയ്തതാണ്. സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ആക്സിലേറ്ററിലും ക്ലച്ചിലുമാണ്, സ്ലോ സ്പീഡിൽ. ബ്രേക്കും ക്ലച്ചും അല്ല. ഓക്കെ, ടെൻഷൻ വേണ്ട, എവിടെ കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇവിടെ തിരിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നു. ഏതൊരു ഇവിടെ ചേർന്ന് പോയി, മതിലിന് ചേർന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം തിരിയുമ്പോൾ അത്രയും ചേരരുത്. നമ്മൾ പറഞ്ഞ പോലെ ആ കമ്പി നമ്മൾ പറഞ്ഞ സൈഡ് മിറർ കഴിയുമ്പം തന്നെ തിരിയണം, ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുക്കുക അറിയാം, റിവേഴ്സ് കയറിയിട്ടാണ് പിറകോട്ടെടുത്താണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗിയർ ലിവറിൽ നോക്കരുതേ. വെരി ഗുഡ്, മിടുക്കാൻ. പിറകോട്ടെടുക്കുമ്പോൾ എവിടെയൊക്കെ നോക്കണം? 3 മിററിൽ നോക്കണം. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, സെൻറ്റർ മിറർ. കാരണം കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ആൾ ഉണ്ടോ? ഫെയിലിയർ ആയിപ്പോയി. എന്തുകൊണ്ടാണ് എഞ്ചിൻ ഓഫായി പോയത്? പെട്ടെന്ന് ഏതെന്ന് കാലെടുത്തു ക്ലച്ചിൽ നിന്ന്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യൂ. മതി. ഓക്കെ, റിവേഴ്സ് ഗിയർ ഇട്ടാൽ ഉടൻ 3 കണ്ണാടികളിൽ നോക്കി പയ്യെ ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കും, ഉറുമ്പിനെ പോലെ. മൂവ് ചെയ്തിട്ട് പോട്ട്. ക്ലച്ച് കയറുന്നോ? വണ്ടി പോകുന്നു. കറക്റ്റ്, വെരി ഗുഡ്, മിടുക്കൻ. ഓക്കെ, വെരി ഗുഡ്. മിടുക്കൻ്റെ നോട്ടം കറക്റ്റ് കണ്ണാടി തന്നെയുണ്ട്. വെരി ഗുഡ്, മതി, സ്റ്റോപ്പ്. ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്തോ. ഫസ്റ്റ് ഗിയർ ഇപ്പോൾ ചെയ്തതുപോലെ റൗണ്ട് ട്രിപ്പേ. പേടിയൊന്നുമില്ലല്ലോ? ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോഴും ബ്രേക്ക് ചെയ്തോണം. ഓക്കെ, എടുത്തോ. ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കുക കേട്ടോ. വണ്ടിയിൽ ഒരു സൗണ്ടും കേൾക്കരുത്. പെർഫെക്റ്റ് ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. ഉണ്ട്. 4ാമത്തെ ദിവസം മിടുക്കൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറിനകത്ത് വേറെ ആരുമില്ല, മിടുക്കൻ മാത്രം ഉണ്ട്. അപ്പോൾ ഈ ലെവലിലാണ് ഒരു കുട്ടിയെ നമ്മൾ കൊണ്ട് എത്തിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ എത്താൻ പറ്റില്ല. അതുകൂടെ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക. ഞാൻ മറ്റ് കുട്ടികളിൽ നിന്ന് പുറകിലാണ്, അല്ലെങ്കിൽ എനിക്ക് ടെക്നിക്കൽ നോളജ് ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അശ്രാന്തമായി നമ്മൾ പരിശ്രമിക്കുക. പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ക്ലച്ച് കൺട്രോളും സ്റ്റിയറിംഗ് കൺട്രോളും എല്ലാം പിടികിട്ടുള്ളൂ. അവരിപ്പോൾ കറക്റ്റായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും റോഡ് സ്ട്രൈറ്റായിട്ട് പോയി, അവിടെ സൈഡിൽ മരവും കമ്പികളും എല്ലാം ഉണ്ട്, അതിലും തട്ടാതെ കറക്റ്റ് പോയിട്ട് അവനൊരു കുത്തനെയുള്ളൊരു ഇറക്കാൻ പോവുകയാണ്. അത് ബ്രേക്ക് ചെയ്ത് ഇറക്കി, അത് കഴിഞ്ഞ് റൈറ്റ് തിരിച്ച് അവൻ വീണ്ടും കറങ്ങി തരും. അപ്പം
ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയകളെല്ലാം അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ കാലിപ്പം ബ്രേക്കിൽ വരും. കണ്ടോ, സ്റ്റോപ്പ് ലൈറ്റ് കത്തി. കറക്റ്റ് അവൻ ബ്രേക്ക് ചെയ്താൽ കുത്തനുള്ള ഇറങ്ങുകയാണ്. അവിടെ ബ്രേക്കിങ്ങിൻ്റെ പ്രാക്ടീസാണ്. കണ്ടോ, അവിടെ കറക്റ്റായിട്ട് അവൻ തിരിച്ചു. ഇനി അവൻ തിരിച്ച് കയറി വരുന്നത് ആക്സിലേറ്റർ കൊടുത്താണ് കയറി വരുന്നത്. അപ്പോൾ അവിടെ ആക്സിലേറ്ററിൻ്റെ മറ്റൊരു പ്രാക്ടീസാണ്. അപ്പോൾ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് ആക്സിലേറ്റർ കൊടുക്കാൻ പേടിയായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മൾ പേടിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചാൽ മാത്രമേ നമുക്ക് ആക്സിലേറ്ററിൻ്റെ പേടി മാറുകയുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ സാറ് എന്ത് കാര്യങ്ങൾ പറയുന്നു അതെല്ലാം കേട്ട് അതുപോലെ ചെയ്തെടുക്കാൻ കഴിയുന്ന കുട്ടികൾ അടിപൊളിയാവും. അല്ലാതെ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ആ കുട്ടി മനസ്സിനകത്ത് മറ്റൊരു ചിന്ത, ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പോയി ഇടിക്കും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആ കുട്ടി ആക്സിലേറ്റർ കൊടുക്കില്ല. അപ്പോൾ അയാൾ ആക്സിലേറ്റർ കൊടുക്കാത്തിടത്തോളം അയാളെ പേടി മാറില്ല. ഇവനിപ്പോൾ ഈ ഒരു കയറ്റം ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്തപ്പോൾ കയറി വരാൻ പോവുകയാണ്. കണ്ടോ, ഇവിടെ കയറ്റമാണ്. അപ്പോൾ ഇവൻ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കണ്ട അവൻ്റെ സ്വന്തം ഐഡിയയിൽ ഇപ്പം കയറി വരികയാണ്. ഇവിടെ അവൻ്റെ ആക്സിലേറ്റർ കൊടുത്ത് വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സാറോടെ സ്പീഡ് വരട്ടെ, ആക്സിലേറ്റർ കൊടുക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്, മിടുക്കൻ. സ്റ്റോപ്പ്. ഉണ്ടോ, സ്റ്റോപ്പ് പറഞ്ഞാൽ മിടുക്കൻ സ്റ്റോപ്പ് ചെയ്തു. ക്ലച്ച് വിട്ട് വെച്ചോണം. മിടുക്കൻ. അപ്പോൾ ഇതുപോലെ അവിടെ അറയ്ക്കരുത്. പൊസിഷൻ കറക്റ്റ് ആവുക, ആക്സിലേറ്റർ കൊടുത്ത് കയറുക, ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ്. പിടിയിട്ടാ 2 റൗണ്ട് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ നിൽക്കണോ വേണ്ടേ? അപ്പോൾ ഞാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, വെരി കെയർ. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ട്, എന്തെങ്കിലും എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫോൺ അടിച്ചാൽ സെൻറ്ററിൽ കേൾക്കുന്നില്ലേ? ഓക്കെ, കുഴപ്പമില്ല, ശരി, ഓക്കെ. ഓക്കെ, എടുത്തോ. അപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യണേ. ശരി, പോട്ടെ. ആ ഹോണിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്, അത് ഓഫാണെന്നാണ് തോന്നുന്നത്. സ്റ്റോപ്പ്, നിർത്തിയാണ്. സ്റ്റോപ്പ്. സെൻറ്ററിലൊരു സ്വിച്ച് ഉള്ളത് ഓൺ ചെയ്ത് വയ്ക്കാൻ. അതുകൊണ്ട് ഇവിടെ ഒരു സ്വിച്ച് വണ്ടി ഇവിടെ ഉണ്ടാകും. സൈഡിൽ ഇവിടെ ആയിട്ടുണ്ടാകും. ഉണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല. ഇല്ല. ഓക്കെ, അതിൻ്റെ സ്വിച്ച് ഓൺ. ഓക്കെ, അതിട്ടാണ്. ഇനി ഫോൺ അടിക്കണം. കീന്ന് അടിച്ചാൽ കണ്ട, നേരത്തെ സ്വിച്ച് ഓഫ് ആയി. ഒന്നുകൂടെ അടിച്ചാൽ. അപ്പോൾ ടെൻഷൻ ആവുന്നെങ്കിൽ എന്നെ വിളിക്കണം. പിടിയിട്ട്. ഓക്കെ, എടുത്തോ. ഓവർ സ്പീഡൊന്നും കാണിക്കരുത്. ക്ലച്ച് കൺട്രോൾ ചെയ്തേ ഓടിക്കാവൂ. പിടിയിട്ടിയാ? ഹാപ്പി തന്നെ? ഓക്കെ. അപ്പോൾ ഇതാണ് MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ കുട്ടികൾ കൊടുക്കുന്ന ട്രെയിനിങ്. ഓക്കെ, താങ്ക് യു.